UAE-യിലെ 3 ഹോസ്പിറ്റലുകളിൽ ആദ്യത്തേത് 85 കിടക്കകളോടെ ബർദുബയിലെ മൻകൂലിൽ ഈ വർഷം 3-ാം പാദത്തിൽ ഉദ്ഘാടനം ചെയ്യും. ദുബൈ ഷെയ്ഖ് സായിദ് റോഡിലെ മെഡ്കെയർ മദർ ആൻഡ് ചിൽഡ്രൻസ് സ്പെഷ്യലൈസ്ഡ് ആശുപത്രിയും ഷാർജയിലെ മെഡ്കെയർ ആശുപത്രിയുമാണ് മറ്റ് 2 3 ആശുപത്രികളും ചേർന്ന് 250 കിടക്കകളുമായി രോഗികൾക്ക് മിതമായ നിരക്കിൽ മെച്ചപ്പെട്ട ആരോഗ്യ സേവനം ഉറപ്പുവരുത്തുമെന്ന് ആസാദ് മുപ്പൻ പറഞ്ഞു. മിഡിൽ ഈസ്റ്റിലുള്ള ഒരുപാട് ഹോസ്പിറ്റൽസ് ഒക്കെ അതിൻ്റെ അടിയിൽ വരുന്നുണ്ട്. ദുബായിലുള്ള ഹോസ്പിറ്റൽസ്, അതേമാതിരി തന്നെ ഷാർജ, പിന്നെ വേറെ ഖത്തറിലുള്ള ഹോസ്പിറ്റൽസ്. അപ്പോൾ ഓൾ ദിസ് വിൽ ബി റെഡി ഇൻ ദ നെക്സ്റ്റ് 1 or 2 years. ദുബായിലെ ഹോസ്പിറ്റൽ ഒരു 6 മാസം കൊണ്ട് തന്നെ ദുബായിൽ വരാൻ പോകുന്നുണ്ട്. കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റി 1-ാം ഘട്ടത്തിന്റെ സോഫ്റ്റ് ലോഞ്ച് ഈ ഫെബ്രുവരി 24-ന് നടക്കും. അന്നു മുതൽ രോഗികളെ സ്വീകരിച്ചു തുടങ്ങും. 40 ഏക്കറിൽ നിരവധി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെ സമുച്ചയം കൂടിയാണിത്. 2015-ൽ ഖത്തറിലെ ദോഹയിലും ആശുപത്രി ആരംഭിക്കും. ഗൾഫ് പദ്ധതിക്ക് വേണ്ടി 26 കോടി ദിർഹമാണ് നിക്ഷേപിക്കുന്നത്. പുതിയ ഹോസ്പിറ്റലുകൾ വരുന്നതോടെ ആസ്റ്റർ DM ഹെൽത്ത് കെയറിന് ചുവടെയുള്ള കിടക്കകളുടെ എണ്ണം 1850-ൽ നിന്ന് 5000-ആയി ഉയരും. ഉടൻ തന്നെ പ്രഥമ ഓഹരി വിൽപ്പനയ്ക്ക് ഗ്രൂപ്പ് തയ്യാറെടുക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞങ്ങൾ ഒരു നെക്സ്റ്റ് 1 year കൊണ്ട് ഒരു IPO ഐദർ ലണ്ടനിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ അല്ലെങ്കിൽ ദുബായിലോ ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ്. അതിൻ്റെ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയുണ്ട്. ആസ്റ്റർ ഡയറക്ടർ അലീഷ, മെഡ്കെയർ ഹോസ്പിറ്റൽ CEO അല അത്താരി, BDO വിനോദ്, ഗ്രൂപ്പ് ഡയറക്ടർ TJ വിൽസൺ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദുബൈ.